ഫെയിൽ ആയതിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയം വരെ ആരൊക്കെ പാസ്സായി ആരൊക്കെ ഫെയിൽ ആവും എന്നുള്ള ടെൻഷൻ കാരണം നമുക്കാർക്ക് നല്ലപോലെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ റിസൾട്ട് വന്നാൽ അറ്റ് ദ പീക്ക് ലെവലിൽ നമ്മൾ ഹാപ്പി ആവുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച വിദ്യാർത്ഥികൾ എത്രത്തോളം പാസ്സായി എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ്. ഈ റിസൾട്ട് ഡേയില് നമ്മൾ മറ്റെവിടെയും ആഘോഷിക്കപ്പെടാത്ത രീതിയിൽ ഈഗിൾസിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട്. കാരണം സാധാരണ ഒരു കോച്ചിങ് കൊടുക്കുക, കുറച്ച് ക്ലാസ്സുകൾ കൊടുക്കുക, അത് കഴിഞ്ഞ് അവരുടേതായ ലെവലിലേക്ക് അവരെ വിടുക എന്നതിനേക്കാൾ അപ്പുറത്തേക്കും അവർ തോൽക്കൂല എന്നുള്ള 100% ശ്രദ്ധ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ തോൽക്കുന്നില്ല, നിങ്ങൾ പഠിക്കാതിരിക്കുന്നില്ല, നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ ഫെയിൽ ആകൂല എന്നുള്ള 100% ഉറപ്പ് വരുത്തണം എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യുന്നത്, മെന്റർ ചെയ്യുന്നത്. അപ്പൊ അതിനുമേൽ അത്രമേൽ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റേക്കാണ് റിസൾട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും അല്ലെങ്കിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഈഗിൾസിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിഗസ്റ്റ് ടാസ്ക്. ബിക്കോസ് ഈഗിൾസ് കീപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡിങ് ഉണ്ട്. എന്താണ് ബ്രാൻഡ്? എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്സായെന്നുള്ളത്. ഈഗിൾസിന്റെ അല്ല, സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാപ്പിനെസിന്റെ വ്യത്യാസപ്പെടുന്നതിന്റെ കാരണം പറഞ്ഞത്, മറ്റുള്ളവരൊക്കെ റെക്കോർഡ് ക്ലാസ് വാങ്ങിയോ, നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ് മാത്രം ഒരു ആഴ്ച ക്ലാസ്സിന് മാത്രം പോയോ, നിങ്ങൾ 5 വർഷത്തിനിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പഠിച്ചോ എന്നിട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവരുടെ റിസൾട്ടിൽ പോസിറ്റീവ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഈഗിൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബാച്ച് ഡിസംബർ 2023 കറക്റ്റ് എത്ര പേര് എക്സാം എഴുതി, അതിലൊക്കെ നമ്മുടെ റിസൾട്ടിൽ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതുന്ന എത്ര പേര് പോയെന്നല്ല, എക്സാം വരെ കണ്ടിന്യൂസ് ചെയ്ത് നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ഇൻ കേസ് ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ പ്രശ്നം കാരണം വീട്ടിൽ പോയാലും നമ്മൾ ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ട് അവരെ മെന്റർ ചെയ്യുന്നുണ്ടാവും. അതെങ്കിലും കൃത്യമായി ഫോളോ ചെയ്ത് കറക്റ്റ് നമുക്ക് 100% ഉറപ്പ് വരണം അവന്റെ റിസൾട്ടിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്റെ എക്സാമിന് വേണ്ടി അവന്റെ എഫേർട്ടിൽ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുന്ന 152 വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മുടെ സിസ്റ്റം കറക്റ്റ് ഫോളോ ചെയ്ത് നമ്മൾ പറഞ്ഞ് നമ്മുടെ എഫേർട്ട് ഇട്ട 152 പേരിൽ നിന്ന് 112 പേരെ പാസ്സാകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കട്ടെ, CA ഫൗണ്ടേഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഞങ്ങൾ ഇത്രയും റിസൾട്ട് ഉണ്ടായിട്ടും ചില കാര്യം കൊണ്ട് സങ്കടം. കാരണം അറിയോ, 15ഓളം പേര് ഫെയിലിയർ ആയിട്ടുള്ളത് 214, 220, 244 മാർക്ക് കിട്ടിയിട്ടാണ്. 244 മാർക്ക് കിട്ടിയിട്ട് ഫെയിൽ ആയ ആൾക്കാരുണ്ട്. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഞങ്ങൾ ഓരോ 7 മണി 6:30 വരെ കാത്തിരുന്നു, 6 മണിക്ക് വരുന്നു പറഞ്ഞു. ആ ഓരോ ടൈമും ഇത്ര പേര് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത്രമേൽ വിലപ്പെടുന്ന ഓരോ മുഖങ്ങളും. സാധാരണ പല ബാച്ചുകൾ കഴിയുമ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാവരുടെ മുഖം നമ്മൾ കിട്ടൂല. പക്ഷെ ഇതിൽ ഓരോരുത്തരുടെ മുഖങ്ങളും നമ്മൾ മനസ്സിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമേൽ അവർ നമ്മളേക്ക് അടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് പ്രശ്നങ്ങൾ സംസാരിച്ചിട്ടും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടും അവരുടെ പഠനത്തെ കുറിച്ച് പറഞ്ഞിട്ടും അത്രമേൽ എനർജറ്റിക് ആയിട്ട് അത്രമേൽ പഠനത്തിന് ഇന്റൻസീവ് ആയിട്ട് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ. ആ ലെവലിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടപെടാൻ കഴിയണം. നാളെ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അത്രമേൽ സന്തോഷത്തോടെ നിറയണം.